എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ ചാനലിൻ്റെ പേര് നക്ഷത്ര നെച്ചൂസ് എന്നാണ്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കണേ. എനിക്ക് നിങ്ങളോട് കുറച്ചധികം കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അതിനാണ് ഞാൻ വന്നത്. ഞാൻ എൻ്റേതായ രീതിയിൽ എൻ്റേതായ കണ്ടന്റുകൾ മാത്രം ഇട്ട് ഞാൻ എന്താണോ അത് നിങ്ങളെ കാണിക്കുക എന്ന് മാത്രമാണ് എൻ്റെ ഉദ്ദേശം. ഞാൻ ആരുടെ ഒരു കണ്ടന്റ് ഞാൻ കോപ്പി അടിച്ച് എടുത്തിട്ടില്ല, ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ വീഡിയോസ് കയറി നോക്കുവാണെങ്കിൽ നിങ്ങൾക്കറിയാൻ പറ്റും. ഒരാളെ പോലെ ഒരു വ്യക്തി ചെയ്യുന്ന വീഡിയോ അതേപടി എടുത്ത് അതുപോലെ തന്നെ ചെയ്യുന്ന ഒരാളല്ല ഞാൻ. എന്ന് വെച്ചാൽ ഞാൻ വീഡിയോ ഒന്നും ആരെയും എടുത്തിട്ടില്ല എന്നല്ല, ഞാൻ എനിക്കിഷ്ടപ്പെടുന്ന വീഡിയോസ് എടുത്തിട്ടുണ്ട്. പക്ഷേ ആ വീഡിയോസും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എൻ്റേതായ രീതിയിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെയാണ് ഇതുവരെയും വീഡിയോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആരെയും ആ രീതിയിലോ ഒരു രീതിയിലും ഞാൻ ആർക്കും ഒരു ദ്രോഹം ഞാൻ ചെയ്യുന്നില്ല. പിന്നെ എൻ്റെ ഹസ്ബൻഡിന്, എൻ്റെ ഫാമിലിക്ക്, എൻ്റെ റിലേറ്റീവ്സിന്, എൻ്റെ ഫ്രണ്ട്സിന്, അവർക്കെല്ലാം ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവരാരും കുറ്റം പറയുന്നതായിട്ടോ അവരാരും മോശപ്പെടുത്തുന്നതായിട്ടോ രീതിയിൽ ഒരു വീഡിയോസും ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ഇനി ചെയ്യത്തുമില്ല. എന്നെ കുറ്റപ്പെടുത്തുന്നവരോട് ഇതെൻ്റെ വഴിയാണ്, ഞാൻ എൻ്റെ ജീവിതം, ഞാൻ എൻ്റെ വീട്ടുകാർക്കോ എൻ്റെ ആർക്കും ഞാനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തികൾക്കും ഞാൻ ചെയ്യുന്ന വീഡിയോസുകളോ അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്താലും അവർക്ക് ഒരു കുഴപ്പമില്ല, അവർക്കൊരു ബുദ്ധിമുട്ടില്ല. ഞാനായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ ആഗ്രഹത്തിന് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അത് അവരെ ഒന്നിനും ബാധിക്കുന്നില്ല. ഞാൻ എൻ്റെ വീഡിയോസിൽ എൻ്റെ ഫാമിലി കുറച്ചധികം ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് അവരുടെ ഇഷ്ടത്തോടെ അവരുടെ സമ്മതത്തോടെയാണ് ഞാൻ അവരെ വീഡിയോ എടുത്തിട്ടുള്ളതും. അവരെ ആരെയും നിർബന്ധിച്ച് ഞാൻ പിടിച്ചു വലിച്ച് ഇതിനകത്ത് കൊണ്ടുവന്ന് ഇട്ടിട്ടില്ല. അവർക്കെല്ലാം പൂർണ്ണ സമ്മതത്തോടെ അവരാഗ്രഹിച്ചും ആണ് എൻ്റെ വീഡിയോസിനകത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ ആരെയും ഒന്നിനും ഫോഴ്സ് ചെയ്യാറില്ല, ഞാൻ ഒന്നിനും ഫോഴ്സ് ചെയ്തിട്ടുമില്ല. നമുക്ക് ഇഷ്ടപ്പെടുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ അവർക്കൂടെ അത് ബോധ്യപ്പെടണം, അവർക്കൂടെ അത് ഇഷ്ടപ്പെടണം, അവരൂടെ സമ്മതിക്കുവാണെങ്കിൽ മാത്രമേ നമ്മളത് ചെയ്തുള്ളൂ. ഒരു വ്യക്തിയെ ഞാൻ ഫോഴ്സ് ചെയ്ത് എൻ്റെ ഒരു വീഡിയോസിനകത്തും കൊണ്ടുവന്നിട്ടില്ല, ഞാൻ അങ്ങനെ കൊണ്ടുവരത്തുമില്ല. ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടണം, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർക്ക്, ഞാനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആർക്കും അത് ഒരു രീതിയിലും ബാധിക്കരുത് എന്നുള്ള രീതിയിൽ മാത്രം വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ അതിന് മോശമായിട്ട് ഒരു വീഡിയോസും ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ട്, അല്ലെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് കണ്ട്, എൻ്റെ കണ്ടന്റ് കണ്ട്, അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും യാത്ര പോകുന്നത് കണ്ട്, അങ്ങനെ എൻ്റെ വീഡിയോസ് ഒളിഞ്ഞും പാത്തും മറഞ്ഞും ഇരുന്ന വീഡിയോസ് കണ്ട് എന്നിട്ട് അതിനെ പൊതുസ്ഥലങ്ങളിൽ ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നവരോട് മാത്രം എനിക്ക് പറയാനുള്ള കാര്യം, ഞാൻ എന്തും ചെയ്തോട്ടെ, നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അത് കണ്ടാൽ പോരെ. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് വിടുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ആരെയും ഫോക്കസ് ചെയ്തോ നിർബന്ധിച്ചോ എൻ്റെ വീഡിയോസ് കാണ് അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറയാൻ പറ്റുന്ന രീതിയിൽ ഞാൻ പറയുന്നു, എൻ്റെ വീഡിയോസ് കാണും, എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. ഇഷ്ടമുള്ളവർ മാത്രം സപ്പോർട്ട് ചെയ്ത് മതി. എന്നെ 100 പേരോട് പറഞ്ഞാൽ അതിൽ 10 പേരെ എന്നെ സപ്പോർട്ട് ചെയ്തുള്ള അവരെ എന്നെ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കുമല്ലോ സപ്പോർട്ട് ചെയ്യുന്നത്, അത്രയും മതി എനിക്ക്. അല്ലാതെ ഞാൻ ഒറ്റയടിക്ക് മുകളിലോട്ട് കയറി പോകണമെന്നോ ധൃതി പിടിച്ച് എളുപ്പം കയറി പോകണമെന്നോ അങ്ങനെയൊന്നും ഇല്ല. എല്ലാ യൂട്യൂബർമാർക്കും ഒരാഗ്രഹം ഉണ്ടാകും, എൻ്റെ ചാനലൊന്ന് മോണിറ്റൈസ് ആവണം, ഞാനൊന്ന് രക്ഷപ്പെടണം, അതിനുവേണ്ടിയാണ് ഞാൻ ഇതിലേക്ക് വന്നത്. അത്രേ ആഗ്രഹമേ എനിക്കുള്ളൂ, അതിൽ കൂടുതലായിട്ടൊന്നുമില്ല. എൻ്റെ ചാനലൊന്ന് മോണിറ്റൈസ് ആവണം എന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം ഞാൻ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് അന്ന് മുതലേ ഉള്ളത്. അത് എന്നെ പോലുള്ള എല്ലാ യൂട്യൂബർമാർക്കും അത് തന്നെയായിരിക്കും ആഗ്രഹം. അപ്പോൾ എന്നെ കുറ്റപ്പെടുത്താൻ വരുന്നവരോട് എനിക്ക് പറയാനുള്ളത്, എന്നെ ഈ കുറ്റപ്പെടുത്തുന്നവർക്കോ അല്ലെങ്കിൽ ഞാനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആർക്കും ഒരു ദ്രോഹവും ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഞാനിനി ചെയ്യത്തുമില്ല. നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ ഇഷ്ടത്തിന്, നമ്മുടെ ആഗ്രഹത്തിന് നമ്മൾ ചെയ്യുന്ന വീഡിയോ, അല്ലെങ്കിൽ നമ്മുടെ ഒരു സന്തോഷത്തിന് നമ്മൾ ചെയ്യുന്നൊരു കാര്യം മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് അതൊരു ദ്രോഹമായിട്ട് മാറും. ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ഇഷ്ടത്തിന്, അല്ലെങ്കിൽ എനിക്കിതിൽ പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് ഈ നിമിഷം വരെയും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ എൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് എന്നെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ എൻ്റെ ഫാമിലിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. പിന്നെ ഞാൻ എന്തിനു മറ്റുള്ളവരെ നോക്കണം? എനിക്കതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ എന്തും പറഞ്ഞു, നിങ്ങൾ ഏത് വിധത്തിലും ഏത് രീതിയിലും പറഞ്ഞിട്ട് തന്നു, എനിക്കതൊരു വിഷയമേ അല്ല. എനിക്ക് നോക്കുക, എൻ്റെ ശ്രദ്ധ, എൻ്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡും എൻ്റെ വീട്ടുകാരുമാണ്. അവരെന്നെ 100%, 101% എൻ്റെ ചാനലിന് വേണ്ടി
എൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി എൻ്റെ മോഹങ്ങൾക്ക് വേണ്ടി എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അപ്പോൾ എനിക്കത് മാത്രം മതി. എനിക്ക് ഈ പറയുന്നവരാരും ചിലവിന് തരുന്നവരല്ല, അല്ലെങ്കിൽ ഞാൻ അവരുടെ ആരുടെയും മുന്നിൽ ഒരു രൂപയ്ക്ക് കൈ നീട്ടാൻ പോകുന്ന ഒരു വ്യക്തിയല്ല. ഈ പറയുന്നവരെ ഒന്നും ഞാൻ ഒരു രീതിയിലും ദ്രോഹിച്ചിട്ടോ ഒന്നും പോയിട്ടില്ല, ഒന്നിനും ചെന്നിട്ടുമില്ല. അപ്പം അവർക്ക് ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിഷ്ടപ്പെടുന്ന രീതിയിൽ ഞാൻ എൻ്റെതായ രീതിയിൽ ജീവിക്കുന്നു. അതിന് അവർക്കെന്താ, അവർക്ക് അവരുടെ കാര്യം നോക്കി ജീവിച്ചാൽ പോരെ. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ അതിനൊന്നും വേണ്ടിയല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഞാൻ ആർക്കും ഒരു ദ്രോഹത്തിനും വേണ്ടില്ല. പിന്നെ ഞാനൊരു ചാനൽ തുടങ്ങി. ഞാൻ ചാനൽ തുടങ്ങിയത് എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ ആഗ്രഹമാണ്, എൻ്റെ ജീവിതത്തിന് വേണ്ടി, അല്ലെ എൻ്റെ ഒരു ജീവിത മാർഗം പോലെ ഞാൻ കാണുന്നു എൻ്റെ യൂട്യൂബ് ചാനൽ. അതായത് എനിക്ക് ഇപ്പോൾ പറയാനാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഞാൻ, ഹസ്ബൻഡ്, എൻ്റെ മോള്, ഞങ്ങൾ 3 പേരേ ഉള്ളൂ. ഹസ്ബൻഡിൻ്റെ അമ്മയുണ്ടായിരുന്നു. ഹസ്ബൻഡിൻ്റെ അമ്മ മരിച്ചിട്ടിപ്പം 4-5 മാസമാകുന്നു. അപ്പോൾ ഈ പറയുന്നവർ ചിന്തിക്കുന്നത്, അവരുടെ മനസ്സിലവർ ചിന്തിക്കുന്നത് അമ്മയുടെ കാലശേഷം, അമ്മ പോയതിന് ശേഷം ഞാൻ അഹങ്കരിക്കുന്നു എന്നുള്ള ആ ഒരു ചിന്താഗതിയാണ് അവർക്ക്. ഒന്നുമല്ല. അമ്മയുടെ മരണത്തിന് തൊട്ട് മുൻപ് വരെ, അല്ലെങ്കിൽ അമ്മയ്ക്ക് അസുഖം വന്ന് വയ്യാതെ കിടപ്പിലാകുന്നതിന് തൊട്ട് മുമ്പ് വരെ അന്തസ്സായിട്ട് ജോലി ചെയ്ത് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ജോലിക്ക് പോകുന്നവളായിരുന്നു. ജോലി ചെയ്തുകൊണ്ടിരുന്ന, എൻ്റെ കുടുംബം നോക്കിക്കൊണ്ടിരുന്നവളായിരുന്നു. എൻ്റെ ഈ വീട്ടിൽ എൻ്റെ ഈ ചുറ്റുപാടനുസരിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എൻ്റെ കുടുംബം നോക്കി തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് എൻ്റെ ഫാമിലിയാണ് ഏറ്റവും വലുത്. അപ്പം ഞാൻ അമ്മയുടെ കാലശേഷം ഞാൻ എന്തുകൊണ്ട് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്നുള്ളതിൻ്റെ ക്ലാരിഫിക്കേഷൻ ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. അമ്മ ജീവനോടുള്ള സമയത്ത്, അമ്മ ജീവിച്ചിരുന്ന സമയത്ത് എൻ്റെ മോൾക്ക് 3.5 വയസ്സേ ഉള്ളൂ. എൻ്റെ മോളെ പൊന്നുപോലെ നോക്കിക്കൊണ്ടിരുന്നൊരു വ്യക്തിയായിരുന്നു ഹസ്ബൻഡിൻ്റെ അമ്മ. അമ്മയെ എനിക്ക് അതിയായ സങ്കടം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ, ഞാൻ ഈ വീഡിയോ എടുക്കുന്നതും നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതും. എന്നെപ്പറ്റി കുറച്ച് പേരെങ്കിലും നെഗറ്റീവ് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കതൊരു, ഞാൻ എന്തുകൊണ്ട് ഞാനിത് ചെയ്യുന്നു എന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അമ്മ ജീവനോടുള്ള സമയത്ത് എൻ്റെ മോളെ ഞാൻ രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ, മോൾ ഇപ്പോഴാണ് അംഗനവാടി പോകാൻ തുടങ്ങിയത്. ഇത്രയും നാളും മോൾ അംഗനവാടി പോകാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം കുറച്ച് നാളായതേ ഉള്ളൂ. അതിന് തൊട്ട് മുമ്പ് വരെ എൻ്റെ മോൾ വീട്ടിൽ തന്നെ ആയിരുന്നു. എൻ്റെ മോളെ ഞാൻ ജോലിക്ക് പോയിട്ട് തിരിച്ച് വരുന്നത് വരെ പൊന്നു പോലെ നോക്കിക്കൊണ്ടിരുന്നത് അമ്മ തന്നെയാണ്. അപ്പോൾ അമ്മ പോയതിൻ്റെ നഷ്ടം ഏറ്റവും കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ഞാൻ തന്നെയാണ്. പക്ഷേ എന്ന് കരുതി വിഷമിച്ച് വീട്ടിലിരിക്കാൻ പറ്റുന്നൊരവസ്ഥയും സാഹചര്യവും അല്ല എനിക്ക്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അമ്മയുടെ മരണശേഷം ഒരു 2-3 മാസം ഞാൻ ഈ വീട്ടിൽ തികച്ചും, ഞാൻ മോൾ അംഗനവാടിയിലും കൂടെ പോകാൻ തുടങ്ങിയ ശേഷം ഞാൻ തികച്ചും ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ ആ ഒറ്റയ്ക്കിരുന്ന വേളകളിൽ ഞാൻ ചിന്തിച്ചതാണ്, ഞാനിങ്ങനെ ഒറ്റയ്ക്കിരുന്നാൽ എന്ത് ചെയ്യും. ഞങ്ങൾ 2 പേര് ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന നോക്കിക്കൊണ്ടിരുന്ന കുടുംബം ഇപ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് നോക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാകും. അത് എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാകും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയും ഒരാൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സപ്പോർട്ടിനായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരുപാട് ജോലികൾ, ഈ കുറ്റപ്പെടുത്തുന്നവർക്ക് വേണ്ടി പറയുന്നതാണ് ഞാൻ, ഒരുപാട് ജോലികൾ ട്രൈ ചെയ്തു. ഒത്തിരി ജോലികൾ, ഓൺലൈൻ ജോലികൾ ഒരുപാട് ട്രൈ ചെയ്തു. എൻ്റെ കുട്ടിയെ നോക്കാൻ എനിക്ക് വേറെ നിവൃത്തിയില്ല. എൻ്റെ കുട്ടിയെ നോക്കാൻ വേറെ ആരുമില്ല. അപ്പോൾ അവിടെ കാര്യങ്ങൾ നോക്കണം, ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ നോക്കണം, കൂട്ടത്തിൽ എനിക്കൂടെ ഒന്ന് സ്റ്റേബിൾ ആവണം. അതിനു വേണ്ടിയാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഓൺലൈൻ ജോബുകൾ ഒരുപാട് തപ്പി. ഓൺലൈൻ ജോബ്, മീഷോയ്ക്കകത്തിൽ പാക്കിംഗ് ജോലി വരെ ഞാൻ സെർച്ച് ചെയ്തു. പക്ഷേ ഒന്നും എനിക്ക് സെറ്റാവുന്നില്ല. ഒന്നും എൻ്റെ സാഹചര്യമായിട്ടും എൻ്റെ മോളെ ഏറ്റവും കൂടുതൽ ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ മോളുടെ കാര്യങ്ങൾ. മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ മോളുടെ കാര്യങ്ങളും കൂടെ എനിക്ക് നോക്കണം. അപ്പോൾ അതും കൂടെ എനിക്ക് സെറ്റാക്കേണ്ട രീതിയിലാണ് ഞാൻ ജോബ് സെർച്ച് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് പറ്റുന്നില്ല. പിന്നെ ഒത്തിരി ജോലികൾ, എന്നാൽ നിനക്ക് യൂട്യൂബ് അല്ലാതെ വേറെ മാർഗമില്ലേ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറയുന്നത്, ഞാൻ ഒത്തിരി ജോലികൾ ട്രൈ ചെയ്തു. ഒന്നും എൻ്റെ ടൈമായിട്ടും എൻ്റെ കുട്ടിയുടെ ടൈമായിട്ടും ഞങ്ങളുടെ ജീവിതവുമായിട്ടും ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ജോലികളാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കിനി പറ്റത്തില്ല. എൻ്റെ മോളെ ജസ്റ്റ് ഞാനൊരു 5 മിനിറ്റ് ലേറ്റായി പോയി കഴിഞ്ഞാൽ എൻ്റെ മോളെ ഒന്ന് സേഫായിട്ട് ഇരുത്താൻ പറ്റുന്ന ഒരു സ്ഥലവും എനിക്കില്ല. എന്നാൽ ചോദിക്കുക, എൻ്റെ വീടില്ല. എൻ്റെ വീട് ഇവിടുന്ന് ഒത്തിരി ദൂരെയാണ്. അപ്പോൾ എൻ്റെ വീട്ടുകാരെ ഏൽപ്പിക്കണമെങ്കിൽ തന്നെയും അവരും എല്ലാവരും ജോലിക്ക് പോകുന്നവർ, അവർക്കും നോക്കാൻ സമയം കിട്ടില്ല.
ഞാൻ അങ്ങനെ തിരഞ്ഞെടുത്തൊരു മാർഗ്ഗമാണ് എൻ്റെ യൂട്യൂബ് ചാനൽ. എനിക്കൊരു ജോലി, ആ ഒരു രീതിയിൽ ഞാൻ ഈ യൂട്യൂബ് കണ്ടിട്ടുള്ളൂ. ഞാൻ അതിനുവേണ്ടി കഷ്ടപ്പെടുന്നു, ഹാർഡ് വർക്ക് ചെയ്യുന്നു, ഊണില്ല ഉറക്കമില്ല, ഞാൻ വീഡിയോസ് എടുക്കുന്നു. എത്രമാത്രം കൊള്ളാം കൊള്ളത്തില്ല എന്നുള്ളതൊക്കെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം. പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ, ഞാൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നു, ഇനിയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പോസ്റ്റ് ചെയ്യുന്നു. എന്നെങ്കിലും ഒരു കാലത്ത് ഞാനും രക്ഷപ്പെടും എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നതും പോസ്റ്റ് ചെയ്യുന്നതും. ഞാനും കൂടി ജോലിക്ക് പോകാത്ത രീതിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതെല്ലാം തരണം ചെയ്ത് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എപ്പോഴെങ്കിലും ഞങ്ങൾക്കും രക്ഷപ്പെടാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയില്ല. അല്ലാതെ എൻ്റെ ഒരു വിനോദത്തിന് വേണ്ടിയോ, ഞാൻ വീട്ടിൽ ചുമ്മാ ഇരിക്കുന്ന സമയത്തിന് ടൈം പാസിന് വേണ്ടിയോ, അല്ലെങ്കിൽ അമ്മ പോയതിൻ്റെ സന്തോഷം ആഘോഷിക്കുന്നതിന് വേണ്ടിയോ ഒന്നുമല്ല ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. എന്നെ മറഞ്ഞിരുന്ന് കുറ്റപ്പെടുത്തുന്നവർക്ക് വേണ്ടി ഞാൻ പറയുന്ന കാര്യമാണ്. ഞാൻ എൻ്റെ ഈ മാർഗം ഞാൻ തീരുമാനിച്ചു, ഞാൻ തിരഞ്ഞെടുത്തു. ഇനി ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് എൻ്റെ ആഗ്രഹവും താല്പര്യവും. ഞാൻ വീഡിയോയ്ക്കകത്ത് പലതും കാണിച്ചിരിക്കും, അതിനകത്ത് ഞാൻ മോശമായിട്ടൊന്നും കാണിക്കുന്നില്ല. എൻ്റെ ജീവിത സാഹചര്യം, എൻ്റെ ചുറ്റുപാടും, എൻ്റെ കാര്യങ്ങളും, എൻ്റെ വീട്ടുകാരും, എൻ്റെ റിലേറ്റീവ്സും, എൻ്റെ കുട്ടി, എൻ്റെ ഹസ്ബൻഡ്, ഇതെത്രയും കാര്യങ്ങളാണ് ഞാൻ അതിനകത്ത് കാണിക്കുന്നത്. അതിന് കുറ്റപ്പെടുത്താനോ തെറ്റ് പറയാനോ നിങ്ങൾ എന്തിനു നിൽക്കുന്നു? ഞാൻ എൻ്റെ കാര്യമാണ് ചെയ്യുന്നത്. ഞാൻ ആരെയും ഈ വീഡിയോയ്ക്കകത്തിലായാൽ തന്നെയും ഞാൻ ഇപ്പോൾ പറയുന്ന കാര്യങ്ങളാണ് തന്നെ ഒരു വ്യക്തിയുടെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല, പറയത്തുമില്ല. ഞാൻ ആരെയും ആക്ഷേപിക്കാൻ വരുന്നൊരു വ്യക്തിയല്ല, ഞാൻ ആരെയും ദ്രോഹിക്കാനും ഉപദ്രവിക്കാനും വരുന്നൊരു വ്യക്തിയല്ല. ഞാൻ എൻ്റെ സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളും എൻ്റെ കാര്യങ്ങളും നോക്കി ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഞാൻ ഈ പറയുന്ന ഒരു വ്യക്തികളെയും ഒരു രീതിയിലും അറ്റാക്ക് ചെയ്യാൻ വരുന്നില്ല. ഞാൻ പെട്ട പാട്, ഞാൻ അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ ദയവ് ചെയ്ത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ തടസ്സം നിൽക്കാനോ കുറ്റപ്പെടുത്താനോ വരാതിരിക്കുക. ഞാൻ ഈ വീഡിയോയ്ക്കകത്തിൽ ഒരു വീഡിയോയ്ക്കകത്തിലും ഒരു കാര്യങ്ങളിലും ഒരിടത്തും ഒരു മനുഷ്യരെയോ ഒരു വ്യക്തിയെയും ഞാൻ കൊണ്ടുവന്നിട്ടില്ല, ആരെയും കൊണ്ടുവരുത്തുമില്ല. എൻ്റെ വീട്ടുകാരും എൻ്റെ ഫാമിലി, അത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം, അത് മാത്രമേ എൻ്റെ മനസ്സിലുള്ള എൻ്റെ ഉദ്ദേശവും അതേ ഉള്ളൂ. പിന്നെ ഇതിനിടയ്ക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എനിക്ക് സമയം കിട്ടുമ്പോൾ എൻ്റെ സമയങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ചെയ്യുന്ന വീഡിയോസാണ് എല്ലാം. അപ്പോൾ അത് നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എത്ര പേരാണോ എൻ്റെ വീഡിയോസ് കണ്ട് ആഗ്രഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത്, അവർക്ക് വേണ്ടി ഞാൻ ഇനിയും വീഡിയോസ് ചെയ്യും, അത്രയും മാത്രം. അല്ലാതെ ആരെയും ദ്രോഹിക്കണമെന്നൊരു ചിന്തയും എനിക്കില്ല. ആരെയും സോഷ്യൽ മീഡിയയ്ക്ക് മുമ്പിൽ കൊണ്ടുവരണമെന്നോ, ആരെയും എന്താ പറയുക, ഇപ്പോഴത്തെ ആരെയും സോഷ്യൽ മീഡിയയ്ക്ക് മുന്നിൽ കൊണ്ടുവരണമെന്നോ ആരുമായിട്ട് ഒരു ഫൈറ്റ് ചെയ്യണമെന്നോ എനിക്ക് ഉദ്ദേശമില്ല. എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ, എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്കാം. ഞാൻ എൻ്റെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ജീവിതം മാത്രമാണ് എൻ്റെ ലക്ഷ്യം. മറ്റൊരാളെ ഞാൻ ഒന്നിലും കൊണ്ടുവരികയില്ല, തടസ്സപ്പെടുത്തുകയില്ല. അപ്പോൾ എൻ്റെ ജീവിതം മാത്രമാണ് എൻ്റെ ലക്ഷ്യം. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ പല കാര്യങ്ങൾ പല രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അത് നിങ്ങൾക്ക് ആർക്കും ഒരു തടസ്സമുണ്ടാകാത്ത രീതിയിൽ പ്ലീസ് എന്നെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും വേണ്ടിയില്ല, എന്നെ കുറ്റപ്പെടുത്താനായിട്ട് വരാതിരിക്കുക. ഞാൻ ആരെയും ദ്രോഹിക്കുന്നില്ല, ഒരു വ്യക്തികളെ. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എൻ്റെ വീഡിയോസ് കണ്ട് എന്നെ ഇഷ്ടപ്പെടുന്നവർ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി.